ലോകം മുഴുവൻ അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ ഭീതിയിലാണ്. ആഗോള വിപണികൾ തകർന്നടിയുകയും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ നാളെ, അതായത് ജൂലൈ 15-ന് ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വമ്പൻ നീക്കത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ. യുദ്ധകളത്തിൽ ലോകശക്തികൾ പോരടിക്കുമ്പോൾ സ്വന്തം സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ അതിനിർണായകമായിട്ടുള്ള കാൽവെപ്പാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ചരിത്രപ്രധാനമായിട്ടുള്ള ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ നാളെ മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരികയാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടനിൽ ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. നമ്മുടെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായികൾക്കും തദ്ദേശീയ വ്യവസായങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടമാണ് സമ്മാനിക്കാൻ പോകുന്നത്. രാജ്യത്തെ വ്യവസായികൾക്ക് മാത്രമല്ല, UK-യിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ഇത് വലിയൊരു ആശ്വാസമാണ്. പുതിയ കരാറിലെ ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ നിയമപ്രകാരം 5 വർഷം വരെ UK-യിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ അവിടുത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതിയിലേക്ക് ഇനി പണം അടയ്ക്കേണ്ടതില്ല. ശമ്പളത്തിന്റെ 25% വരുന്ന ഈ വൻതുക ഇനി മുതൽ അവരുടെ നാട്ടിലെ PF അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാം. ഇതിന് പ്രതിവർഷം 8.25% പലിശ ലഭിക്കുമെന്ന് മാത്രമല്ല, ഈ തുക പൂർണ്ണമായും നികുതി വിമുക്തവുമായിരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് യുദ്ധങ്ങളും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും ലോകത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഇന്ത്യ ഒമാൻ, ന്യൂസിലാൻഡ്, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരുമായി വമ്പൻ വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബ്രസൽസിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യ EU ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ യോഗത്തിലും പീയൂഷ് ഗോയൽ പങ്കെടുക്കുന്നത്. UK-യുമായിട്ടുള്ള പുതിയ കരാർ വരുന്നതോടെ ബ്രിട്ടീഷ് ആഡംബര കാറുകളായിട്ടുള്ള ലാൻഡ് റോവർ, ജാഗ്വർ, റോൾസ് റോയ്സ് തുടങ്ങിയവരുടെ വില ഇന്ത്യയിൽ 80% വരെ കുറഞ്ഞേക്കാം. ഒപ്പം ബ്രിട്ടീഷ് സ്കോച്ച് വിസ്കിയുടെ ഇറക്കുമതി തീരുവ നിലവിലെ 180%-ൽ നിന്ന് 40%-ആയി കുത്തനെ കുറയുകയും ചെയ്യും. ചുരുക്കത്തിൽ, ലോകരാജ്യങ്ങൾ പരസ്പരം പോരടിച്ച് തകരുമ്പോൾ യാതൊരു അസ്ഥിരതകൾക്കും പിടി നൽകാതെ ഇന്ത്യ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള നയതന്ത്രത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും വിജയമായി മാറുന്ന ജൂലൈ 15 ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുവർണ ദിനമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.